ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഇറ്റാലിയൻ പാസ്ത റെസിപ്പിയാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പും ഇട്ട് പാസ്ത ഇട്ട് വേവിച്ചെടുക്കാം. പാസ്ത വേവണ സമയത്തിൽ നമുക്കൊരു ക്രീം ഉണ്ടാക്കാം. ഇതാണ് റിക്കോത്ത അല്ലെങ്കിൽ പാൽക്കട്ടി എന്ന് പറയും. ഇത് നമുക്കൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ ഇടാം. ഇനി നമ്മള് ലെമൺ ഗ്രേറ്റ് ചെയ്തിടണം ഈ റിക്കോത്തയിലോട്ട്. പിന്നെ ഗ്രാന, അതായത് ഗ്രേറ്റ് ചെയ്ത ചീസും കൂടി ഇട്ട് അതിനുശേഷം ഈ പാസ്ത വെന്തു വന്ന വെള്ളം ഇതിലോട്ട് ഒഴിച്ച് നല്ലോണം സ്മൂത്ത് ക്രീം പരുവത്തിലാക്കി എടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടാം, ആവശ്യമുള്ളവർക്ക് ഇടാം. അത് കഴിഞ്ഞ് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു ക്രീം പോലെ, ക്രീം കൺസിസ്റ്റൻസിൽ വരുമ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റി നമ്മുടെ പാസ്ത ഇപ്പൊ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, പാസ്ത നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ റിക്കോത്ത ബൗളിലോട്ടിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നല്ലൊരു സ്മൂത്ത് ടെക്സ്ചർ ആയത്. അതിനുശേഷം സെർവിങ് പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ലെമണും കൂടി ഗ്രേറ്റ് ചെയ്തിടാം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ഇനി നമുക്ക് പിസ്ത നുറുക്കിയതും കൂടി ഇടാം. ഇതാണ് ഇതിന്റെ മെയിൻ ഐറ്റം. പിന്നെ ഭംഗി കൂട്ടാൻ വേണ്ടി നടുക്കൊരു മിന്റ് ലീവ്. ഈ ലെമൺ വെച്ച് തന്നെ ഞങ്ങളൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി. കസ്കസ് ഇട്ടിട്ടുണ്ട്, മിന്റ് ലീവ്സും വെച്ചിട്ടുണ്ട്. അതൊരു ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടി. ഇവിടെ ഭയങ്കര ചൂടായത് കാരണമാണ് ഈ ഡിഷ് ഉണ്ടാക്കിയത്. കാരണം ഇതൊരു തണുത്ത ഭക്ഷണമാണ്, നമ്മുടെ ബോഡിക്കൊക്കെ നല്ലൊരു ഹെൽത്തി ഫുഡും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഭക്ഷണം തന്നെ ഇന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. അതിനുശേഷം ഞങ്ങളൊരു യോഗോട്ടും കൂടി കഴിച്ചു. ഓക്കെ, ബൈ.